അതെ ഒട്ടകം, ഫാം ഹൗസിലെ ഒട്ടകങ്ങൾ. Scrambled egg prepared by Chinu auntie. എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് റാസൽ കേമയിലെ ഫാം ഹൗസ് ആണ്. അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് സ്റ്റേജ് ചെയ്ത് നാളെ വരും ദുബായിലേക്ക്. എല്ലാവരും ഇവിടെ എല്ലാം പുൽത്തകിടികളാണ്. ഇതുണ്ടോ പുൽത്തകിടികൾ? ഇതൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടാണ്, ഓരോ സ്ക്വയർ ഫീറ്റ് കണക്കിന് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള, അതിന് വേണ്ടി സെറ്റപ്പിന് വേണ്ടിയിട്ട് ഇതൊക്കെ ചെറിയൊരു ഗ്രാമം പോലെ തോന്നുന്നത്. ഇതൊക്കെ ഫാം ഹൗസുകളാണ്. ഇതെല്ലാം അടിപൊളിയായിട്ടുണ്ടല്ലോ, ഇതൊക്കെ അടിപൊളിയായിട്ട് ഉണ്ട്. ഇത് ഫാം ഹൗസാണ്. ഇവിടെ ഈ ഏരിയ മൊത്തം വഴികളൊക്കെ നല്ല അടിപൊളി വഴികളാണ്. ഇവിടെ ഒരു ഗ്രോസറി ഉണ്ടെന്ന് പറഞ്ഞു, എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കാനായിട്ട്. അടുത്ത് ഉള്ള ഒരു ചെറിയൊരു കടയുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു എന്താ പറയുക, കവല പോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് ഞാൻ പറഞ്ഞ കവല. അത് ഇവിടെ ഗ്രോസറി ഉണ്ട്, ഗ്രോസറി ഉണ്ട്. ചെറുതായിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് വഴികളും ഒക്കെ ആയിട്ട് പ്രകൃതി രമണീയമായ സ്ഥലം. കറക്റ്റ് നാട്ടിലൊരു ഫീലിംഗ്. ഇതേ ഒട്ടകം, ഒട്ടകങ്ങൾ. അതെ ഒട്ടകം കണ്ടാ അതേ അമ്പോ അതേ ഒട്ടകം ചെളിയൊക്കെ പറ്റിയാണ്. ചെളി അതിൻ്റെ ഒട്ടകങ്ങൾ വളർത്തുന്ന ഒട്ടകം. ഒട്ടകം ഫാം ഹൗസിലെ ഒട്ടകങ്ങൾ. കൊച്ചൊക്കെ ചാടി, ഒട്ടകം ചാടി എണീറ്റ് ഉറങ്ങിക്കിടന്നിരുന്ന വെച്ചാൽ എന്തോരം കുറെ ഉണ്ടല്ലോ ഇവിടെ. അതുണ്ട്, അത് ഒട്ടകങ്ങൾ മറ്റേ മേയാൻ വിട്ടങ്ങനെ പോലെയാണുള്ളത്. അതെ, കെട്ടിയൊന്നും ഇട്ടിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ കാല് കെട്ടിയിട്ടുണ്ട്, ആനയുടെ കൂച്ചുവലം കിട്ട പോലെ കെട്ടിയിട്ടുണ്ട്. എനിക്കൊന്ന് ഓടി പോകാണ്ടിരിക്കണ്ട. അത് കൂച്ചുവലം കിട്ട ആന അടക്കണ പോലെയാണ്. ഉണ്ടോ? അതെ അതെ, ഉണ്ടോ? നടക്കണുണ്ടോ? നല്ല രസമുണ്ട് ഏരിയ ആണ്. പുല്ലൊക്കെ വെച്ച് പിടിച്ച് സൂപ്പർ. ഒരു തവണയെങ്കിലും വന്ന് ഫാം ഹൗസ് എടുക്കേണ്ടതാണ് ആളുകൾ. ഫാം ഹൗസിലേക്ക് ഉള്ള റോഡ് ഇത്തിരി കച്ചാ റോഡാണ്. നാട്ടിൽ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഫാം ഹൗസിലെത്തി. ഇതാണ് ഫാം ഹൗസ് നമ്പർ 3. ഇപ്പോൾ ഇവിടുത്തെ സെറ്റപ്പ് നമുക്ക് മുന്നേ നമ്മുടെ ടീമുകളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. ഇതുണ്ടോ? ഇതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. സ്വിമ്മിങ് പൂള്, ഇപ്പോൾ പിള്ളേർ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ സ്വിമ്മിങ് പൂളിലുണ്ട്. പിന്നെ ഇത് ഒരു ടേബിള്, ബാർബിക്യൂവിൻ്റെ സെറ്റ്. ഇപ്പോൾ ബാർബിക്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുണ്ട്. പിന്നെ അതുപോലെ അതേ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട്.
സ്വിമ്മിംഗ് പൂള് നല്ല അടിപൊളി വൃത്തിയുള്ള സ്വിമ്മിംഗ് പൂൾ കണ്ടിട്ടുണ്ട്. വെള്ളം ഒക്കെ ഫിൽറ്റർ ചെയ്ത് ഇത് ചെയ്യുന്ന നല്ല ക്ലീൻ ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള ഏരിയ, പുല്ല് പോലത്തെ മറ്റേ മാറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. പിന്നുള്ളത് ഓരോ ഏരിയകൾ, ഓരോ മുറികൾ കാണിച്ചു തരാം. ഇതെന്താ, ഇത് ബാത്റൂം. സ്വിമ്മിംഗ് പൂൾ കഴിഞ്ഞിട്ട് വന്ന് കോമൺ ബാത്റൂമാണ്. ഇത് കഴിഞ്ഞ് എല്ലായിടത്തും ഓരോരുത്തർ കയറിയിട്ടുണ്ട്. ഇതൊരു മുറിയാണ്, ഇതൊരു അടുത്ത മുറി, ഇത് വേറെ മുറി. ആ കാണുന്നത് മജ്ലിസ ഹോളാണ്. ഒരു മുറി ഇതാണ് ഒരു കൊള്ളാം. ബാത്റൂം കൊള്ളാം, അടിപൊളിയാണ്. ഇനി അടുത്തത് അടുക്കള. ഞങ്ങൾ വന്ന് സാധനങ്ങളൊക്കെ കുക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഫ്രിഡ്ജ് ഉണ്ട്, ഓവൻ, സ്റ്റൗ എല്ലാം ഉണ്ട്, ഫ്രയർ, എല്ലാ സെറ്റപ്പ് ഉണ്ട്. പാത്രങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. അടുക്കള സെറ്റായി. ഇതേതാ, ഈ റൂം ഏതാ? ആ, ഇതൊരു സിംഗിൾ റൂമാണ്. ഒറ്റയ്ക്ക് ഉള്ളൊരു, ഇതിനുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം. ചെറിയ ബാത്റൂം. പിന്നുള്ള ഹോള്. ഫുട്ബോൾ കളിയാണല്ലോ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. കൊള്ളാം, മജ്ലിസ് അടിപൊളിയാണ്. ഇവിടെ ഉണ്ട് ഒരു ഫ്രിഡ്ജ് ഉണ്ട്, പിന്നെ ഊണ് കഴിക്കാനുള്ള ഡൈനിങ് ടേബിള്, വാഷ് ചെയ്യാനുള്ള സ്ഥലം. ഇതൊരു ബാത്റൂം. ആ, ഇവിടെയും ബാത്റൂം, അടിപൊളി. ഇപ്പൊ കിഡ്സ് ഏരിയ നമ്മൾ കണ്ടില്ലല്ലോ അവിടെ. അതെ, ഇത് ചാടറ. നിങ്ങളെല്ലാരും കൂടെ ഫാം ഹൗസ് എടുക്ക്, നല്ല അടിപൊളിയായിരിക്കും. ഇങ്ങനെ അയക്കും. Five, six, 7, 8, 9, 10. എന്നിട്ട് ഇവിടെ ഇതൊക്കെ ഉണ്ട്, പ്ലേ ഗ്രൗണ്ട്. അതാണ് വലിയതിന്റെ സ്വിമ്മിംഗ് പൂള്. വലിയ ആൾക്കാർക്ക് സ്വിമ്മിംഗ് പൂൾ ഇതാക്കി.
വിഷ്ണു ഒന്നാം തരം ചൈനീസ് ഉപകരണങ്ങൾ മിതമായ നിരക്കുകളിൽ ചൈനീസ് ടോയ്സ് വ്യക്തമായ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് സമീപിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുവാൻ ജിഷ്ണു DJ. ജിഷ്ണു ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു കാര്യത്തെയും ഓക്കേ ഗൈസ്, ഇവിടെ നോക്കൂ, ചിരിക്കൂ, ഹായ് പറയൂ. രണ്ടക്ഷരാണോ രണ്ട് വാക്കാണോ? രണ്ടക്ഷരം. ആദ്യത്തെ വാക്ക് നാടൻ മമ്മൂട്ടി. നാടൻ കരമെന്ന ജനാർദ്ദന. കൂട്ടുകാർ. ഫാമിലി. ബന്ധു. റിലേറ്റീവ്. ബന്ധുവിന്റെ മലയാളം. വേറെ പേര് പറയണം ബന്ധുവിന്റെ. ഒഴുക്ക്. ഞാൻ ചോദിച്ചില്ല, പറഞ്ഞില്ല. നാളെ ഞാൻ ചോദിച്ചില്ലേ? ചേച്ചി കണ്ട മൂവിയാണോ? ഹലോ ഹലോ, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളല്ല, അവിടുന്ന് അഭിനയിച്ചിട്ടാണ് പറയുന്നത്. തച്ചോളി. മകൻ Scrambled egg prepared by Chinuan team and Agilan team and Sanilan team and Sinian team. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ക്യാമ്പിംഗ് ഒക്കെ കഴിഞ്ഞു, ഞങ്ങളെല്ലാവരും തിരിച്ചു പോകണം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ അതേ ഫോട്ടോ സെഷനൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വണ്ടിയൊക്കെ ഓണാക്കിയിട്ടൊക്കെയാണ്, കാരണം നല്ല ചൂടാണ്. ചൂടെന്ന് വെച്ചാൽ ഇത് അടുത്ത് വേറെ ഫാം ഹൗസാണ് കേട്ടോ ഇവരാണ്. ഇത് നമ്മുടേതിനേക്കാളും കുറച്ചും കൂടി വലുതാണ്, കുറച്ചും കൂടി സൗകര്യമുണ്ട്. ഇതുണ്ടോ, കുറച്ചും കൂടി വലിയ ഒരു സെറ്റപ്പാണ്. എല്ലാം സെയിം പാറ്റേൺ തന്നെ, കുറച്ചും കൂടി വലുതാണെന്നുള്ളൂ. അവിടെയും ഈ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഓരോ സെക്ഷൻ പോലെയാണ് അവന്മാരാക്കി വെച്ചത്. കണ്ടോ, ഇതൊന്ന്, അത് വേറെ, ഇത് വേറെ ഒക്കെ ആയിട്ട്. സ്വിമ്മിംഗ് പൂള് സെയിം തന്നെ, ബാർബിക്യൂ ഏരിയ സെൻറ്ററിലാണ്. ഇവിടെയും വേറെ എന്താ, അതും സ്വിമ്മിംഗ് പൂളാണെന്ന് തോന്നുന്നു. അതിലിപ്പോൾ വെള്ളമൊന്നുമില്ല. ഇല്ലല്ലോ, സ്വിമ്മിംഗ് പൂള് അല്ല, വേറെ എന്തോ സാധനമാണ്. അല്ല, സ്വിമ്മിംഗ് പൂളല്ല കേട്ടോ. ഓ, ഇതാ കൊള്ളാം, നല്ല അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ഈ ഏരിയ നല്ല ഇതുണ്ടോ, ഇവിടെ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയുള്ള ഏരിയകളാണ്. അപ്പുറത്തും ഉണ്ട് കേട്ടോ ഫാം ഹൗസ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ കണ്ടില്ലേ, ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് അവിടെ. പിന്നെ അവിടെയൊക്കെ ഓരോ വില്ലകൾ, ഫാം ഹൗസുകൾ, ഇപ്പോൾ ആട് വളർത്തുന്ന ഏരിയ. അവിടെ
ആട് കാണാൻ പറ്റും. അവിടെ ഈ കാണുന്നത് അങ്ങനെ സംഭവം അടിപൊളിയാണ്. എല്ലാവരും എൻജോയ് ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പക്കയായിട്ട് എല്ലാ ഫാമിലിയും എൻജോയ് ചെയ്ത് അടിപൊളിയായിരുന്നു. അപ്പോൾ ഓക്കെ, ഞങ്ങൾ ഇത് എന്താ പറയുക, ഫൈനല് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി വന്നു കഴിഞ്ഞാൽ പറയും എന്തെങ്കിലും ഇനി അഡീഷണലോ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഫാം ഹൗസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇതാണ് ഫാം ഹൗസിന്റെ വീഡിയോ. സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച് ഇവിടെയൊക്കെ കളിച്ച് എൻജോയ് ചെയ്ത്. നിങ്ങളെല്ലാവരും കൂടെ ഫാം ഹൗസ് നല്ല അടിപൊളിയായിരിക്കും. ഇങ്ങനെ അയക്കും. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നന്ദി. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.